ടോപ്പ് ട്യൂഷന്റെ ബയോളജി ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 4 കീമോ റിസപ്ഷൻ ഇൻ ഓർഗാനിസത്തിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്. ക്വസ്റ്റ്യൻ: ഹൗ ഡസ് ഓക്സിൻ ഹെൽപ്പ് എ പ്ലാന്റ് ബെൻഡ് ടുവാർഡ് ലൈറ്റ്? എങ്ങനെയാണ് ഓക്സിന് ഒരു പ്ലാന്റിനെ ലൈറ്റിലോട്ട് ബെൻഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്? ഇപ്പൊ ഓക്സിൻ വന്നിട്ട് ഷെയ്ഡിൽ നിൽക്കുന്ന സ്റ്റെമ്മിന്റെ സൈഡിലോട്ട് മൂവ് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ഷെയ്ഡഡ് സൈഡിലുള്ള സെൽസ് വന്നിട്ട് സണ്ണി സൈഡിലുള്ള സെൽസിനെക്കാളും കൂടുതൽ ലോങ്ങർ ആയിട്ട് ഗ്രോ ചെയ്യും. ഈ ഒരു അൺഈക്വൽ ഗ്രോത്ത് വന്നിട്ട് ആ ഒരു സ്റ്റെമ്മിനെ ലൈറ്റിന്റെ ഡയറക്ഷനിലോട്ട് ബെൻഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഫോട്ടോട്രോപ്പിസം എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ഓക്സിൻ മൂവ്സ് ടു ദ സൈഡ് ഓഫ് ദ സ്റ്റെം ദാറ്റ് ഈസ് ഇൻ ദ ഷെയ്ഡ്. This causes the cells on the shaded side to grow longer than the cells on the sunny side. This unequal growth makes the stem bend in the direction of the light. This process is called phototropism. Question: Name 5 types of plant hormones and one function for each. 5 type plant hormones നെ നെയിം ചെയ്യുക, അതിന്റെ ഓരോ ഫംഗ്ഷൻ എഴുതാം. ഇപ്പൊ പ്ലാന്റ് ഹോർമോൺസിന്റെ 5 ടൈപ്പിൽ ആദ്യത്തെ പറയുന്നത് ഓക്സിൻസ് ആണ്. അപ്പൊ ഓക്സിൻസ് വന്നിട്ട് സ്റ്റെംസിന് ലോങ്ങർ ആയിട്ട് ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ വരുന്നത് ഗിബ്രലിൻസ് ആണ്. ഗിബ്രലിൻസ് വന്നിട്ട് സീഡ്സ് മുളയ്ക്കാനും അതുപോലെ ഫ്രൂട്ട്സ് ഗ്രോ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ വരുന്നത് സൈറ്റോകിനിൻസ് ആണ്. സൈറ്റോകിനിൻസ് വന്നിട്ട് സെൽസിന് ഡിവൈഡ് ചെയ്യാനും ലീവ്സിന്റെ കളർ ഗ്രീൻ ആയിട്ട് കീപ്പ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ വരുന്നത് എത്തലീൻ ആണ്. എത്തലീൻ വന്നിട്ട് ഫ്രൂട്ട്സ് പഴുക്കാനും അല്ലെങ്കിൽ റൈപ്പ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ വരുന്നത് അബ്സിസിക് ആസിഡ് ആണ്. അപ്പൊ അബ്സിസിക് ആസിഡ് വന്നിട്ട് സ്ട്രെസ്ഫുൾ കണ്ടീഷൻസിൽ പ്ലാന്റ്സിനെ സർവൈവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ സീഡ്സിനെ മിശ്രിതാവസ്ഥയിൽ കീപ്പ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ഓക്സിൻസ് ഹെൽപ്പ് സ്റ്റെംസ് ടു ഗ്രോ ലോങ്ങർ. Gibberellins help seeds to sprout and fruits to grow. Cytokinins help cells to divide and keep leaves green. Ethylene helps fruits to ripen. Abscisic acid helps plants survive in stressful conditions and keeps seeds dormant. Question: What are synthetic auxins used for in farming? Farming use ചെയ്യുന്ന synthetic auxins എന്താണ്? അപ്പോൾ synthetic auxins പറയുന്നത് പ്ലാന്റ് കട്ടിങ്സിന് പെട്ടെന്ന് ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് വന്നിട്ട് നമ്മൾ ഫ്രൂട്ട്സിലൊക്കെ സ്പ്രേ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് ഫ്രൂട്ട്സിന് പെട്ടെന്ന് തന്നെ കൊഴിഞ്ഞു വീഴാതിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. ചില സിന്തറ്റിക് ഓക്സിൻസ് വന്നിട്ട് വീഡ് കില്ലേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നു. അതായത് കാട് പിടിച്ച് കിടക്കുന്ന ചെടികളിനൊക്കെ അത് നശിപ്പിക്കുന്നു. പക്ഷെ ഗ്രാസ് പോലെയുള്ള ക്രോപ്സുകളിൽ ഇത് ഹാം ചെയ്യില്ല. അതിന് ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Synthetic auxins are used to help plant cuttings grow roots more quickly. They are also sprayed to prevent fruits from falling off the trees too early. Some synthetic auxins like 2,4-D are used as weed killers. They selectively kill broadleaf weeds without harming crops like grass. Question: What is photoperiodism in plants? Plants ലെ photoperiodism പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഡേയിലും അതുപോലെ നൈറ്റിന്റെയും ലെങ്ത് അല്ലെങ്കിൽ ഡ്യൂറേഷന് എങ്ങനെ പ്ലാന്റ് റെസ്പോണ്ട് ചെയ്യുന്നോ ആ വിധത്തിനെയാണ് ഫോട്ടോപീരിയഡിസം എന്ന് പറയുന്നത്. ഇപ്പൊ പ്ലാന്റ്സിനകത്തുള്ള ലീവ്സിൽ ഫൈറ്റോക്രോം എന്നൊരു പിഗ്മെന്റ് ഉണ്ട്. ഈ പിഗ്മെന്റ് ആണ് ഈ ലൈറ്റിന്റെ ഡ്യൂറേഷൻ സെൻസ് ചെയ്യുന്നത്. ഈ ഒരു പ്രോസസ്സ് എന്താ ഇൻഷുർ ചെയ്യുന്നത് വെച്ചാൽ പ്ലാന്റ്സ് വന്നിട്ട് വർഷത്തിൽ കറക്റ്റ് ടൈമിൽ അല്ലെങ്കിൽ റൈറ്റ് ടൈമിൽ ഫ്ലവർ ചെയ്യുന്നുണ്ടോ ഇല്ലയെന്നാണ്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് ഇങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. Photoperiodism is the way a plant responds to the length of day and night. It controls when the plant will start making flowers. A pigment in the leaves called phytochrome senses the duration of light. This process ensures plants flower at the right time of the year. Question: What are the main hormones made by the thyroid gland and what do they do? തൈറോയ്ഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെയിൻ ഹോർമോൺസ് എന്തൊക്കെയാണ്, അതെന്താണ് ചെയ്യുന്നത്? ഇപ്പൊ തൈറോയ്ഡ് ഗ്ലാൻഡ് 2 മെയിൻ ഹോർമോൺസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് തൈറോക്സിനും കാൽസിറ്റോണിനും. തൈറോക്സിൻ വന്നിട്ട് ബോഡിയുടെ മെറ്റബോളിസം കൺട്രോൾ ചെയ്യുന്നു. അതേസമയം കാൽസിറ്റോണിന് വന്നിട്ട് ബ്ലഡിനകത്തുള്ള കാൽഷ്യത്തിന്റെ ലെവൽ ലോവർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പൊ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The thyroid gland makes 2 main hormones,
thyroxine and calcitonin. Thyroxine controls the body's metabolism or the speed at which it uses energy. Calcitonin helps to lower the level of calcium in the blood. It works with parathormone to keep calcium levels balanced. Question: what is the difference between hyperthyroidism and hypothyroidism? ഹൈപ്പർതൈറോയിഡിസം ഹൈപ്പോതൈറോയിഡിസം തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്നത് തൈറോയ്ഡ് ഗ്ലാൻഡ് കൂടുതൽ തൈറോക്സിൻ ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇതുമൂലം വെയിറ്റ് ലോസും അതുപോലെ തന്നെ ഫാസ്റ്റ് ഹാർട്ട് ബീറ്റും ആങ്സൈറ്റി ഒക്കെയാണ് ഉണ്ടാവുന്നത്. അതേസമയം ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്നത് തൈറോയ്ഡ് ഗ്ലാൻഡ് കുറച്ച് തൈറോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന അവസ്ഥയാണ്. അപ്പോൾ ഇതുമൂലം വെയിറ്റ് ഗെയിൻ, ടയർഡ്നെസ്, അതുപോലെ തന്നെ കോൾഡ് ഒക്കെയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Hyperthyroidism is when the thyroid gland makes too much thyroxine. This can cause weight loss, fast heartbeat, and anxiety. Hypothyroidism is when the thyroid gland makes too little thyroxine. This can cause weight gain, tiredness, and feeling cold. Question: what are the alpha and beta cells in the pancreas? പാൻക്രിയാസിലുള്ള ആൽഫയും ബീറ്റാ സെൽസും എന്താണ്? ഇപ്പോൾ പാൻക്രിയാസിനകത്ത് നമുക്ക് സെൽസിന്റെ സ്പെഷ്യൽ ക്ലസ്റ്റേഴ്സ് ആണ് കാണാൻ കഴിയുക. അതിന് നമ്മൾ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്നാണ് വിളിക്കുന്നത്. ഈ ക്ലസ്റ്റേഴ്സിനകത്താണ് ആൽഫ സെൽസും ബീറ്റാ സെൽസും ഉള്ളത്. അപ്പോൾ ആൽഫ സെൽസ് വന്നിട്ട് ഗ്ലൂക്കോജൻ എന്ന ഹോർമോൺ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബീറ്റാ സെൽസ് എന്ന് പറയുന്നത് ഇൻസുലിൻ എന്ന ഹോർമോൺ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The pancreas has special clusters of cells called the islets of Langerhans. These clusters contain alpha cells and beta cells. Alpha cells are responsible for producing the hormone glucagon. Beta cells are responsible for producing the hormone insulin. കൊടുക്കും തോറും ഏറിടും വിദ്യ തന്നെ മഹാധനം. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. Question: how do insulin and glucagon from the pancreas control blood sugar? എങ്ങനെയാണ് പാൻക്രിയാസിലുള്ള ഇൻസുലിനും ഗ്ലൂക്കോജനും ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യുന്നത്? ഇപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് ഷുഗർ വളരെ ഹൈ ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് പാൻക്രിയാസ് വന്നിട്ട് ഇൻസുലിൻ റിലീസ് ചെയ്യും. അപ്പോൾ ഈ ഒരു ഇൻസുലിൻ വന്നിട്ട് ബോഡി സെൽസിന് ബ്ലഡിൽ നിന്നുള്ള ഷുഗർ അബ്സോർബ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ അവിടെ ഈ ഒരു ഷുഗറിന്റെ ലെവൽ ലോവറായി നിൽക്കും. ഇനി അതേസമയം ബ്ലഡ് ഷുഗർ വന്നിട്ട് ലോ ആവുന്ന സമയത്ത് പാൻക്രിയാസ് ഗ്ലൂക്കോജൻ ആണ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഗ്ലൂക്കോജൻ വന്നിട്ട് ലിവറിനോട് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഷുഗർ റിലീസ് ചെയ്യാൻ പറയും. അങ്ങനെ നമുക്ക് അവിടെ ബ്ലഡ് ഷുഗർ ലെവൽ നോർമൽ ആക്കാൻ അത് ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. When blood sugar is high after a meal, the pancreas releases insulin. Insulin helps the body cell to take up sugar from the blood, which lowers the level. When blood sugar is low, the pancreas releases glucagon. Glucagon tells the liver to release stored sugar, which raises the level. Question: what is diabetes mellitus and what are its symptoms? Diabetes mellitus പറഞ്ഞാൽ എന്താണ്, അതിന്റെ സിംറ്റംസ് എന്തൊക്കെയാണ്? ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയുന്നത് ഒരു ഡിസീസ് ആണ്. ഇതിനകത്ത് ബ്ലഡിലുള്ള ഷുഗർ ലെവൽ വളരെ ഹൈ ആയിട്ടായിരിക്കും കാണാൻ കഴിയുക. ഇത് എപ്പോഴാണ് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ ശരീരം വേണ്ടത്ര ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാത്ത സമയത്താണ്. അത് മാത്രമല്ല, ഈ പ്രൊഡ്യൂസ് ചെയ്ത ഇൻസുലിൻ നമ്മൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഈ ഒരു ഡിസീസ് ഉണ്ടാവുന്നത്. ഇവിടെ വരുന്ന കോമൺ സിംറ്റംസ് എന്ന് പറയുന്നത് നമുക്ക് വെറുതെ ദാഹിച്ചുകൊണ്ടിരിക്കുക, അതുപോലെ തന്നെ ഫ്രീക്വൻ്റ് ആയിട്ട് യൂറിനേറ്റ് ചെയ്യുക, പിന്നെ വന്നിട്ട് വളരെ ക്ഷീണമൊക്കെ തോന്നും. അപ്പോൾ ഇത് നമ്മൾ കറക്റ്റായിട്ട് മാനേജ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള മറ്റു പാർട്സും ഇത് ഡാമേജ് ചെയ്യും. പിന്നെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Diabetes mellitus is a disease where blood sugar levels stay too high. This happens if the body doesn't produce enough insulin or can't use it properly. Common symptoms include feeling very thirsty, needing to urinate often, and feeling very tired. If not managed, it can damage many parts of the body. Question: what hormones does the adrenal gland release in an emergency? ഒരു എമർജൻസിയിൽ അഡ്രീനൽ ഗ്ലാൻഡ് റിലീസ് ചെയ്യുന്ന ഹോർമോൺസ് ഏതൊക്കെയാണ്? ഒരു എമർജൻസിയിൽ അഡ്രീനൽ ഗ്ലാൻഡ് റിലീസ് ചെയ്യുന്നത് 2 ഹോർമോൺസ് ആണ്. ഒന്ന് എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ അഡ്രിനാലിൻ, രണ്ടാമത്തത് നോർ എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ നോർ അഡ്രിനാലിൻ ആണ്.
അപ്പോൾ ഈ ഒരു ഹോർമോൺസ് വന്നിട്ട് ഹാർട്ട് റേറ്റും അതുപോലെ തന്നെ ബ്രീത്തിങ് റേറ്റും ബ്ലഡിലുള്ള ഷുഗർ ലെവൽസ് ഒക്കെ ഇൻക്രീസ് ചെയ്യുന്നു. അതുമാത്രമല്ല ബോഡിക്ക് ഈ ഒരു ഡേഞ്ചറിനെ ഫേസ് ചെയ്യാനുള്ള എനർജി ഇത് നൽകുന്നു. അപ്പം ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. In an emergency, the adrenal gland releases epinephrine or adrenaline and norepinephrine or noradrenaline. These hormones prepare the body for a fight or flight response. They increase heart rate, breathing rate, and blood sugar levels. This gives the body a quick burst of energy to face the danger. Question: what is the job of the hormone melatonin? Melatonin hormone ജോബ് എന്താണ്? അപ്പോൾ മെലാറ്റോണിൻ ഹോർമോൺ വന്നിട്ട് ബ്രെയിനിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള പീനിയൽ ഗ്ലാൻഡ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൻ്റെ മെയിൻ ജോബ് എന്ന് പറയുന്നത് നമ്മുടെ ഡെയിലി ഉള്ള സ്ലീപ്പ് വേക്ക് സൈക്കിൾ കൺട്രോൾ ചെയ്യുകയാണ്. അത് നമ്മൾ ഡെയിലി ഉറങ്ങുന്നു, പിറ്റേ ദിവസം രാവിലെ എണീക്കുന്നു. ഈ ഒരു സൈക്കിളാണ് ഈ മെലാറ്റോണിൻ ഹോർമോൺ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് രാത്രിയാവുന്ന സമയത്ത് ഈ മെലോട്ടോണിൻ്റെ ലെവൽ ഇൻക്രീസ് ആവുകയും നമുക്ക് പെട്ടെന്ന് തന്നെ ഉറക്കം വരികയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെയാണ് പീനിയൽ ഗ്ലാൻഡിനെ ചിലപ്പോൾ നമ്മൾ ബയോളജിക്കൽ ക്ലോക്ക് എന്ന പേരിലും അറിയപ്പെടുന്നത്. പിന്നെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. മെലോട്ടോണിൻ ഈസ് മെയ്ഡ് ബൈ ദ പീനിയൽ ഗ്ലാൻഡ് ലൊക്കേറ്റഡ് ഇൻ ദ ബ്രെയിൻ. ഇറ്റ്സ് മെയിൻ ജോബ് ഈസ് ടു കൺട്രോൾ അവർ ഡെയിലി സ്ലീപ്പ് വേക്ക് സൈക്കിൾ. Melatonin levels increases in the evening when it gets dark to make us feel sleepy. This is why the pineal gland is sometimes called the biological clock. Question: what is the function of the thymus gland? Thymus glandന്റെ ഫംഗ്ഷൻ എന്താണ്? ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് തൈമസ് ഗ്ലാൻഡ്. തൈമസ് ഗ്ലാൻഡ് ആണ് തൈമോസിൻ എന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. തൈമോസിൻ ഹോർമോൺ വന്നിട്ട് ടി ലിംഫോസൈറ്റ്സ് എന്ന് പറയുന്ന വൈറ്റ് ബ്ലഡ് സെൽസ് മെച്ചൂർ ആകാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഈ മെച്ചൂർഡ് ആയിട്ടുള്ള ടി സെൽസ് ആണ് നമ്മുടെ ശരീരത്തിന് ഇൻഫെക്ഷൻസിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The thymus gland is a key part of the immune system. It produces the hormone thymosin. Thymosin helps a type of white blood cells called T lymphocytes to mature. These mature T cells help the body fight off infections. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചെറിയ ബാച്ച് സൈസിലുള്ള ട്യൂഷൻ ക്ലാസുകളിലൂടെ മികച്ച വിജയം നേടാൻ ഇന്ന് തന്നെ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ജോയിൻ ചെയ്യൂ. Question: why is the hypothalamus called the master controller of the endocrine system? എൻഡോക്രൈൻ സിസ്റ്റത്തിൽ മാസ്റ്റർ കൺട്രോളർ ആയിട്ട് ഹൈപ്പോതലാമസിനെ വിളിക്കുന്നത് എന്തുകൊണ്ട്? ഇപ്പോൾ ഹൈപ്പോതലാമസ് വന്നിട്ട് മാസ്റ്റർ ഗ്ലാൻഡ് ആയിട്ടുള്ള പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ കൺട്രോൾ ചെയ്യുന്നു. അപ്പോൾ ഇത് വന്നിട്ട് റിലീസിങ് ഹോർമോൺസ് അതുപോലെ തന്നെ ഇൻഹിബിറ്റിംഗ് ഹോർമോൺസ് പറയുന്ന സ്പെഷ്യൽ ഹോർമോൺസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഹോർമോൺസ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ എപ്പോൾ അതിൻ്റെ ഹോർമോൺസ് റിലീസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യണം, അതുപോലെ തന്നെ അത് എപ്പോൾ അതിൻ്റെ ഹോർമോൺസിനെ റിലീസിങ് സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഇങ്ങനെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ കൺട്രോൾ ചെയ്തിട്ട് ഇത് വന്നിട്ട് മറ്റു എൻഡോക്രൈൻ ഗ്ലാൻഡ്സിനെയും കൂടി കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എൻഡോക്രൈൻ സിസ്റ്റത്തിലുള്ള മാസ്റ്റർ കൺട്രോളറായിട്ട് ഹൈപ്പോതലാമസിനെ വിളിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The hypothalamus controls the pituitary gland, which is the master gland. It produces special hormones called releasing hormones and inhibiting hormones. These hormones tell the pituitary gland when to start or stop releasing its own hormones. By controlling the pituitary, it controls almost all other endocrine glands. Question: what are the two parts of the pituitary gland? Pituitary glandile രണ്ട് പാർട്സ് ഏതൊക്കെയാണ്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ രണ്ട് പാർട്സ് ആണ് വരുന്നത്. ഒന്ന് ആൻറ്റീരിയർ ലോബും മറ്റേത് പോസ്റ്റീരിയർ ലോബും. അപ്പോൾ ആൻറ്റീരിയർ ലോബ് വന്നിട്ട് ഗ്രോത്ത് ഹോർമോൺസും TSH പോലുള്ള ഹോർമോൺസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതേസമയം പോസ്റ്റീരിയർ ലോബ് വന്നിട്ട് അതിൻ്റെതായ ഹോർമോൺസ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. പകരം ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ADHും ഓക്സിറ്റോസിൻ പോലത്തെ ഹോർമോൺസ് സ്റ്റോർ ചെയ്യുകയും റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The pituitary gland has two parts, the anterior lobe and the posterior lobe. The anterior lobe produces hormones like growth hormone and TSH. The posterior lobe does not make its own hormones. It stores and releases hormones like ADH and oxytocin that are made by the hypothalamus. Question: what is the function of growth hormone, that is somatotropin? Growth hormone function എന്താണ്?
ഗ്രോത്ത് ഹോർമോൺ വന്നിട്ട് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഹോർമോൺ വന്നിട്ട് നമ്മുടെ ചൈൽഡ്ഹുഡ് സമയത്തും അഡോളസെന്റ് സമയത്തും നമ്മുടെ ഗ്രോത്തിന് അത്യാവശ്യമാണ്. ഇത് വന്നിട്ട് ബോഡി സെൽസിനെ ഡിവൈഡ് ചെയ്യുന്നു, അതോടൊപ്പം തന്നെ അതിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ നമ്മുടെ നോർമൽ ഗ്രോത്തിന് ഈ ഒരു ഹോർമോണിന്റെ പ്രോപ്പർ ലെവല് അത്യാവശ്യമാണ്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. Growth hormone is produced by the anterior pituitary gland. It is essential for growth during childhood and adolescence. It makes body cells divide and increase in size. Proper levels of this hormone are needed for normal growth. Question: what happens if there is an imbalance of growth hormones? Growth hormone imbalance ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ഇപ്പോൾ ഒരു കുട്ടിയിൽ ഗ്രോത്ത് ഹോർമോൺ വളരെ കുറവാണെങ്കിൽ ആ കുട്ടി ദ്വാഫിസം നേരിടേണ്ടി വരും. അതായത് ആ കുട്ടിക്ക് വളർച്ച ഉണ്ടാവില്ല, അത് ഷോർട്ട് ആയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവും. അതേസമയം ഒരു കുട്ടിയിൽ ഗ്രോത്ത് ഹോർമോൺ കൂടുതലാണെങ്കിൽ ആ കുട്ടി ജൈജാൻറ്റിസം ഫേസ് ചെയ്യേണ്ടി വരും. അതായത് നോർമൽ ഹൈറ്റിനേക്കാളും കൂടുതൽ ഹൈറ്റിൽ ആ കുട്ടി വളരും. ഇനി ഒരു അഡൽട്ടിലാണ് ഈ ഒരു ഗ്രോത്ത് ഹോർമോൺ കൂടുതലായിട്ട് വരുന്നതെങ്കിൽ ആ ഒരു അഡൽട്ട് വന്നിട്ട് അഗ്രോമെഗലി പറഞ്ഞൊരു സിറ്റുവേഷൻ നേരിടേണ്ടി വരും. അപ്പോൾ ഇതിനകത്ത് ഹാൻഡ്സിലും അതുപോലത്തെ ഫീറ്റ് ഫേസിലുള്ള ബോൺസ് ഒക്കെ വളരെ ലോങ് ആയിട്ട് വളരുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ ആൻസർ അങ്ങനെ എഴുതാൻ നോക്കാം. If a child has too little growth hormone, they may have dwarfism, which means they are very short. If a child has too much growth hormone, they may have gigantism, which means they grow very tall. If an adult has too much growth hormone, they can get acromegaly. This causes the bones in the hands, feet, and face to grow larger. Question: how does the hormone ADH or vasopressin control water balance? എങ്ങനെയാണ് ADH അല്ലെങ്കിൽ വാസോപ്രസിൻ എന്ന ഹോർമോൺ വാട്ടർ ബാലൻസ് കൺട്രോൾ ചെയ്യുന്നത്? നമ്മുടെ ശരീരത്തിൽ വാട്ടറിന്റെ ലെവൽ ലോ ആവുന്ന സമയത്താണ് ADH റിലീസ് ആവുന്നത്. ഇത് കിഡ്നീസിൽ ആക്ട് ചെയ്തിട്ട് കിഡ്നീസിന് കൂടുതൽ വാട്ടർ റീഅബ്സോർബ് ചെയ്തിട്ട് ബ്ലഡിലോട്ട് വിടാനത് പ്രേരിപ്പിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് യൂറിൻ വന്നിട്ട് കൂടുതൽ കോൺസെൻട്രേറ്റഡ് ആവുകയും നമ്മുടെ ശരീരത്തിൽ നിന്ന് വാട്ടർ ലോസ് റെഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. ഈ ഒരു ആക്ഷൻ വന്നിട്ട് നമ്മുടെ ബോഡി പ്രോപ്പറായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. ADH is released when the body is low on water. It acts on the kidneys, making them reabsorb more water back into the blood. This makes the urine more concentrated and reduces water loss. This action helps to keep the body properly hydrated. Question: what are the main reproductive hormones in males and females? മെയിൽസിലും ഫീമെയിൽസിലുള്ള മെയിൻ റീപ്രൊഡക്റ്റീവ് ഹോർമോൺസ് ഏതൊക്കെയാണ്? അപ്പോൾ മെയിൽസിൽ വരുന്ന മെയിൻ റീപ്രൊഡക്റ്റീവ് ഹോർമോൺസ് എന്ന് പറയുന്നത് ടെസ്റ്റസിൽ ഉണ്ടാവുന്ന ടെസ്റ്റോസ്റ്റെറോൺ ആണ്. അതേസമയം ഫീമെയിലുള്ള മെയിൻ ഹോർമോൺസ് എന്ന് പറയുന്നത് ഓവറീസിൽ ഉണ്ടാവുന്ന ഈസ്ട്രോജനും അതുപോലെ പ്രൊജസ്ട്രോൺ ആണ്. അപ്പോൾ ഈ ടെസ്റ്റോസ്റ്റെറോൺ വന്നിട്ട് മെയിൽ സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സിനും അതുപോലെ തന്നെ സ്പേം പ്രൊഡക്ഷനും ആണ് റെസ്പോൺസിബിൾ ആവുന്നത്. അതേസമയം ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും വന്നിട്ട് മെൻസ്ട്രൽ സൈക്കിൾ, പ്രഗ്നൻസി അതുപോലെ ഫീമെയിൽ സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ഇൻ മെയിൽസ് ദ മെയിൻ റീപ്രൊഡക്റ്റീവ് ഹോർമോൺ ഈസ് ടെസ്റ്റോസ്റ്റെറോൺ മെയ്ഡ് ഇൻ ടെസ്റ്റസ്. It is responsible for male sexual characteristics and sperm production. In females, the main hormones are estrogen and progesterone made in the ovaries. They control the menstrual cycle, pregnancy, and female sexual characteristics. Subscribe to this channel for more videos like this. Question: what are pheromones and what are they used for? Pheromones പറഞ്ഞാൽ എന്താണ്, അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇപ്പോൾ ഫെറമോൺസ് എന്ന് പറയുന്നത് അനിമൽസ് എയറിലോട്ട് റിലീസ് ചെയ്യുന്ന കെമിക്കൽ സിഗ്നൽസ് ആണ്. ഇത് യൂസ് ചെയ്തിട്ടാണ് അനിമൽസ് സെയിം സ്പീഷീസിലുള്ള അനിമൽസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അത് മാത്രമല്ല ഈ ഫെറമോൺസ് യൂസ് ചെയ്തിട്ട് മെയ്ഡ്സിനെ അട്രാക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ഫെറമോൺസ് ആർ കെമിക്കൽ സിഗ്നൽസ് ദാറ്റ് അനിമൽസ് റിലീസ് ഇൻ ടു ദ എയർ. They are used to communicate with other animals of the same species. They can be used to attract mates or to mark a territory. Ants use them to mark trails to food. Question: what is the function of corticosteroids from the adrenal cortex? Adrenal cortexിലുള്ള corticosteroidsയുടെ ഫംഗ്ഷൻ എന്താണ്? അഡ്രീനൽ ഗ്ലാൻഡിന്റെ ഔട്ടർ പാർട്ടിൽ ഉണ്ടാവുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഹോർമോൺസ് ആണ് കോർട്ടിക്കോസ്റ്റെറോയിഡ്സ്. അതിൽ ഒരു ടൈപ്പാണ് കോർട്ടിസോൾ. ഇത് വന്നിട്ട് ഇൻഫ്ലമേഷൻ റെഡ്യൂസ് ചെയ്യാനും അതുപോലെ തന്നെ സ്ട്രെസ്സുമായിട്ട് ബോഡീനെ ഡീൽ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു.
മറ്റൊരു ടൈപ്പ് പറയുന്നത് ആൽഡോസ്റ്റെറോൺസ് ആണ്. ഇത് വന്നിട്ട് നമ്മുടെ ശരീരത്തിലുള്ള വെള്ളത്തിന്റെയും അതുപോലെ തന്നെ സോൾട്ടിന്റെയും ബാലൻസ് കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Corticosteroids are a group of hormones made by the outer part of the adrenal gland. One type, cortisol, helps the body deal with stress and reduces inflammation. Another type, aldosterone, helps control the balance of salt and water in the body. These hormones are essential for life. Question: How do gibberellins and cytokinins work in a plant? എങ്ങനെയാണ് ഗിബറലിൻസും സൈറ്റോകിനിൻസും ഒരു പ്ലാന്റിൽ വർക്ക് ചെയ്യുന്നത്? ഗിബ്രലിൻസും സൈറ്റോകിനിൻസും വന്നിട്ട് സെൽ ഡിവിഷനും അതുപോലെ തന്നെ പ്ലാന്റ് ഗ്രോത്തും ആണ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഗിബ്രലിൻസ് വന്നിട്ട് സ്റ്റെംസിന് ലോങ്ങർ ആയിട്ട് വളരാൻ ഹെൽപ്പ് ചെയ്യുന്നു. അതേസമയം സൈറ്റോകിനിൻസ് വന്നിട്ട് ലീവ്സിന്റെ ഗ്രീൻ കളർ മെയിൻറ്റെയിൻ ചെയ്യാനും അതേസമയം സൈഡ് ബ്രാഞ്ചസിന്റെ ഗ്രോത്തിനും ആണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ രണ്ടും ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടാണ് ഒരു പ്ലാന്റിന്റെ ഡെവലപ്മെന്റ് കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Gibberellins and cytokinins both promote cell division and plant growth. Gibberellins are well known for breaking seed dormancy and making stems longer. Cytokinins are known for promoting the growth of side branches and keeping leaves green. They often work together to control how a plant develops. Question: What is the function of the hormone progesterone? Progesterone hormone function എന്താണ്? ഇപ്പോൾ പ്രൊജസ്ട്രോൺ എന്ന് പറയുന്നത് ഒരു ഫീമെയിൽ ഹോർമോൺ ആണ്. ഇത് ഓവുലേഷന് ശേഷമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിന്റെ ഇമ്പോർട്ടൻറ്റ് ജോബ് എന്ന് പറയുന്നത് യൂട്രസിനെ ഒരു പ്രഗ്നൻസിക്ക് പ്രിപ്പയർ ചെയ്യുക എന്നതാണ്. ഇനി അവിടെ പ്രഗ്നൻസി ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് വന്നിട്ട് യൂട്രസിന്റെ ലൈനിങ് ആണ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അതുമാത്രമല്ല മെൻസ്ട്രൽ സൈക്കിൾ റെഗുലേറ്റ് ചെയ്യാനും ഒരു ഇമ്പോർട്ടൻറ്റ് റോള് തന്നെ പ്രൊജസ്ട്രോൺ പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. Progesterone is a female hormone mainly produced after ovulation. Its most important job is to prepare the uterus for a potential pregnancy. If pregnancy occurs, it helps to maintain the lining of the uterus. It also plays a part in regulating the menstrual cycle. Question: What is goiter and what is its main cause? Goiter പറഞ്ഞാൽ എന്താണ്? അതിന്റെ മെയിൻ കോസ് എന്താണ്? ഗോയിറ്റർ എന്ന് പറയുന്നത് നമ്മുടെ നെക്കിലുള്ള തൈറോയ്ഡ് ഗ്ലാൻഡ് വീങ്ങി വരിക അല്ലെങ്കിൽ സ്വള്ളനായി വരുന്ന കണ്ടീഷനാണ്. അപ്പോൾ ഇതിന്റെ കോമൺ കോസ് എന്ന് പറയുന്നത് നമ്മുടെ ഡയറ്റിൽ അയഡിന്റെ കുറവ് മൂലമാണ്. അതായത് ഒരു തൈറോയ്ഡ് ഗ്ലാൻഡിന് വന്നിട്ട് തൈറോക്സിൻ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അയഡിൻ അത്യാവശ്യമാണ്. അപ്പോൾ അത് കുറയുന്ന സമയത്താണ് ഗോയിറ്റർ എന്ന കണ്ടീഷൻ നമുക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Goiter is a condition where the thyroid gland in the neck becomes swollen. The most common cause of goiter around the world is a lack of iodine in the diet. The thyroid gland needs iodine to make the hormone thyroxine. Without enough iodine, the gland works harder and swells up. Question: What are the functions of the hormone oxytocin? Oxytocin hormone functions എന്തൊക്കെയാണ്? പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് റിലീസ് ചെയ്യുന്ന ഹോർമോണാണ് ഓക്സിറ്റോസിൻ. അപ്പോൾ ഇത് വന്നിട്ട് ചൈൽഡ് ബർത്ത് സമയത്ത് യൂട്രസിന്റെ മസിൽസിനെ കോൺട്രാക്ട് ചെയ്യിപ്പിക്കുന്നു. അതുമാത്രമല്ല ബ്രസ്റ്റ് ഫീഡിങ് സമയത്ത് മാമറി ഗ്ലാൻഡ്സിൽ നിന്നും മിൽക്ക് റിലീസ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇതിന് ലവ് ഹോർമോൺ എന്ന പേരിലും അറിയപ്പെടാറുണ്ട്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ഓക്സിറ്റോസിൻ is released from the posterior pituitary gland. It causes the muscles of the uterus to contract during childbirth. It also helps in the release of milk from the mammary glands for breastfeeding. It is sometimes called the love hormone for its role in social bonding. Question: What is the difference between type 1 and type 2 diabetes? Type 1 ഉം type 2 diabetes തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഇപ്പോൾ ടൈപ്പ് 1 ഡയബറ്റീസിൽ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പാൻക്രിയാസിലുള്ള സെൽസിനെ ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഡിസ്ട്രോയ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതേസമയം ടൈപ്പ് 2 ഡയബറ്റീസിൽ നമ്മുടെ ശരീരം വേണ്ട ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഈ ഒരു ഇൻസുലിനെ സെൽസ് ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ടൈപ്പ് 1 വന്നിട്ട് നമുക്ക് യൂഷ്വലി ചൈൽഡ്ഹുഡിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇതിന് ഇൻസുലിൻ ഇഞ്ചെക്ഷൻസ് അത്യാവശ്യമാണ്. അതേസമയം ടൈപ്പ് 2 വന്നിട്ട് അഡൽട്സിലാണ് കൂടുതലും കാണാൻ കഴിയുന്നത്. അതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. In type 1 diabetes, the body's immune system destroys the cells in the pancreas that make insulin. In type 2 diabetes, the body either does not produce enough insulin or the cells ignore the insulin.
Type 1 usually starts in childhood and requires insulin injections. Type 2 is more common in adults and is often linked to lifestyle. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ടൈപ്പ് ക്വസ്റ്റ്യൻസുകളാണ്. ക്വസ്റ്റ്യൻ: The chemical substance discovered by F.W. Wendt that causes plant growth is called dash. Answer: auxin. Next question: The specific cells that a hormone acts upon are called dash. Answer: target cells. Next question: The plant hormone that is a gas and helps in fruit ripening is dash. Answer: ethylene. Next question: The condition caused by a deficiency of iodine leading to a swollen neck is called dash. Answer: goiter. Next question: The hormone that lowers blood glucose levels is dash. Answer: insulin. Next question: The hormone that raises blood glucose level is dash. Answer: glucagon. Next question: The gland that produces insulin and glucagon is the dash. Answer: pancreas. Next question: The hormones adrenaline and noradrenaline are produced by the dash. Answer: adrenal gland. Next question: The gland known as the biological clock is the dash. Answer: pineal gland. Next question: The hormone that regulates the sleep-wake cycle is dash. Answer: melatonin. Next question: The gland that is crucial for the immune system by maturing T lymphocytes is the dash. Answer: thymus gland. Next question: The part of the brain that controls the pituitary gland is the dash. Answer: hypothalamus. Next question: A disorder caused by too much growth hormone in childhood is called dash. Answer: gigantism. Next question: A disorder caused by too little growth hormone in childhood is called dash. Answer: dwarfism. Next question: The hormone that helps the body conserve water by acting on the kidneys is dash. Answer: ADH or vasopressin. Next question: The primary male sex hormone is dash. Answer: testosterone. Next question: The primary female sex hormone that regulates the menstrual cycle is dash. Answer: estrogen. Next question: Chemical signals used for communication between members of the same species are called dash. Answer: pheromones. Next question: The response of a plant to the relative length of day and night is called dash. Answer: photoperiodism. Last question: The hormone that stimulates cell division in plants and delays leaf aging is dash. Answer: cytokinin. പാലക്കാട് നിവാസികളെ ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.